ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. വളരെ ടേസ്റ്റോട് കൂടിയുള്ള കേര മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ കേര മീൻ കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ 1 കപ്പ് കറിവേപ്പിലയും 1 കഷ്ണം ഇഞ്ചി ചെറുതായി കുരുകുരാന്ന് അരിഞ്ഞതും 1 തക്കാളിയും 6 പച്ചമുളകും അതുപോലെ 3 കഷ്ണം കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. അതും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുവിധം നല്ലതുപോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അത് കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെയാണ് മീൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല കൊഴുപ്പോട് കൂടി, തേങ്ങ അരക്കാതെ തന്നെ ചാറ് നല്ല കൊഴുപ്പോട് കൂടി നമുക്ക് മീൻ കറി ഉണ്ടാക്കി കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി പൗഡർ തന്നെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് പൊടികൾ ചേർക്കാൻ നേരത്ത് നമ്മൾ തീ നല്ലതുപോലെ തന്നെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ അരക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറി തയ്യാറാക്കാൻ എപ്പോഴും മൺചട്ടി തന്നെയാണ് നല്ലത്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റാൻ നേരത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നല്ലതുപോലെ തന്നെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 6 പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് കൂടെ തന്നെ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ആവശ്യമാണ്. നമുക്ക് മീൻ ഇതിൽ കിടന്ന് വേവാനുള്ളതാണ്. അതിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളത്തിൽ ഇട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് കലക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി മറിക്കേണ്ടതില്ല. പതുക്കെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി തിളച്ച് വറ്റാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി മൂടി വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഈ കറി നല്ലതുപോലെ തന്നെ തിളച്ച് വറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇതിലേക്ക് ഇനി അല്പം കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുഴമ്പൻ പരുവത്തിലുള്ള ചാറാണ് കിട്ടിയിരിക്കുന്നത്. ഈ കളർ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് എരിവൊന്നും ഇതിനില്ല. കാരണം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല കുഴമ്പൻ പരുവത്തിലുള്ള മീൻ കറി, കേരക്കറി വെക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വയ്ക്കണം. ഇതുപോലെ ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് അറിയേണ്ടതാണ്. വളരെ ടേസ്റ്റാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.